നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ഒരുമയുടെ സന്ദേശമാണ് ക്രിസ്തുദേവൻ ലോകത്തിന് നൽകിയതെന്ന് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ ചുനക്കര ജനാർദ്ദനൻ നായർ. നമ്മുടെ പഴക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റണമെന്ന് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ്. കിഴക്കൻ മേഖലയിൽ കന്നുകാലികളിൽ കുളമ്പ് രോഗം വ്യാപകമാകുന്നു. രോഗം ബാധിച്ച മാടുകളുടെ ഇറച്ചി വിൽപ്പനയും നടത്തുന്നു. വാർത്തകൾ വിശദമായി. ഒരുമയുടെ സന്ദേശമാണ് ക്രിസ്തുദേവൻ ലോകത്തിന് നൽകിയതെന്ന് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനായ ചുനക്കര ജനാർദ്ദനൻ നായർ പത്തനാപുരം മൌണ്ട് താബോർ ട്രെയിനിംഗ് കോളേജിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും ഒന്നാണ് എന്ന മഹത്തായ സന്ദേശം മാനവരാശിക്ക് പകർന്നു നൽകിയ ആത്മീയ നേതാവായിരുന്നു യേശുദേവനെന്ന് ചുനക്കര ജനാർദ്ദനൻ നായർ ക്രിസ്തുമസ് സന്ദേശത്തിൽ പറഞ്ഞു. ക്രിസ്തുമസ് വിഭാവന ചെയ്യുന്ന ഒരുമയുടെ സന്ദേശം ഉൾക്കൊണ്ട് സഹജീവികളെ സ്നേഹിക്കാൻ ഏവർക്കും കഴിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ റവറൻ ജോസഫ് റബ്ബാൻ അധ്യക്ഷത വഹിച്ചു. എളിമയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായ പുൽക്കുടിലാണ് യേശുദേവൻ ജനിച്ചതെന്നും രാജകൊട്ടാരങ്ങളിലല്ല പുൽക്കുടിലുകളിലാണ് ദൈവം വസിക്കുന്നതെന്നും ജോസഫ് റബ്ബാൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഡോക്ടർ സണ്ണി സ്കറിയ, റവറൻ ഫാദർ ഫിലിപ്പ് മാത്യു, ജേക്കബ് ജോർജ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ക്രിസ്തുദേവന്റെ തിരുപ്പിറവി വിളിച്ചറിയിച്ചുകൊണ്ടുള്ള കരോൾ ഗാനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന വിവിധ കലാപരിപാടികൾ അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പത്തനാപുരം മൌണ്ട് താബോർ BEd ട്രെയിനിംഗ് കോളേജിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരെയും നഴ്സുമാരെയും തടവ് ശിക്ഷയ്ക്ക് വിധിച്ച സംഭവത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുനലൂരിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി ആശങ്കാജനകമാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരെയും നഴ്സുമാരെയും തടവ് ശിക്ഷയ്ക്ക് വിധിച്ച കോടതി വിധി ആശങ്കാജനകമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പുനലൂരിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥ പുനലൂർ ടൌൺ ചുറ്റി KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തുന്നതിനെതിരെ സുപ്രീം കോടതി വിധിക്കും നിലനിൽക്കുന്ന കീഴ്വഴക്കങ്ങൾക്കും ചേർന്നതല്ല കൊല്ലം ജില്ലാ കോടതി വിധിയെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആരോപിച്ചു. വൈദ്യശാസ്ത്ര രംഗത്ത് മെഡിക്കൽ പ്രൊഫഷൻ ക്രിമിനൽ ഇതിൽ വരുന്നതല്ല. പഴയ സുപ്രീം കോടതി വിധി തന്നെയുണ്ട്. ഡോക്ടർമാരുടെ ചികിത്സയിൽ ഉണ്ടാകുന്ന ഏത് സംഭവങ്ങളും ഒരു ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്ന്. അതിനെതിരെയുള്ള പ്രവണതകൾ ഈ അടുത്ത കാലത്ത് നടക്കുന്നതുകൊണ്ട് ഡോക്ടർമാർക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടുംപുറങ്ങളിൽ പോയി മനോധൈര്യത്തിലൂടെ ഡോക്ടർമാർക്കും ബാക്കിയുള്ള എല്ലാ ആശുപത്രിയിലുള്ള സ്റ്റാഫിനും ജോലി ചെയ്യാനുള്ള ഇത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനം പോകുന്നത്. അതിനെതിരെ ഉള്ള ഒരു മൂവ്മെന്റാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കില്ല. അത് ഒഴിവായി കിട്ടുന്നത് വരെ നമ്മൾ ഇതിനു വേണ്ടിയുള്ള ബാക്കിയുള്ള മുറകൾ നമ്മൾ വീണ്ടും തുടരുന്നതാണ്. പുനലൂരിലെ വിവിധ ആശുപത്രിയിലെ ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയവർ ജാഥയിൽ പങ്കെടുത്തു. മുൻ IMA കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ രാജഗോപാലൻ നായർ, IMA പുനലൂർ ഏരിയ സെക്രട്ടറി ഡോക്ടർ സുധാകരൻ നായർ, പുനലൂർ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ പുഷ്പാങ്കദൻ, പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് യുവതിയുടെ കയ്യിൽ നിന്നും 1.5 ലക്ഷത്തിൽ പുറത്ത് രൂപയും വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ടു. 1 മണിക്കൂറിനുള്ളിൽ നഷ്ടപ്പെട്ട രൂപയും രേഖകളും യുവതിയുടെ കൈകളിൽ തിരിച്ചെത്തി.
കളഞ്ഞു കിട്ടിയ പണം തിരികെ നൽകി മാതൃകയായത് മാലൂരിലെ ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ കനകരാജാണ്. പത്തനാപുരം കുണ്ടയം അഞ്ചനത്തിൽ ബിനി അജീഷ് എന്ന യുവതിയുടെ പക്കൽ നിന്നുമാണ് 88,200 രൂപയും ATM കാർഡും റേഷൻ കാർഡും ഉൾപ്പെടുന്ന വിലപ്പെട്ട രേഖകൾ നഷ്ടമായത്. കടക്കാമൺ പാലത്തിന് സമീപം വെച്ച് ബിനിയും ഭർത്താവ് അജീഷും സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നുമാണ് പണവും വിലപ്പെട്ട രേഖകളും നഷ്ടമായത്. എന്നാൽ നഷ്ടപ്പെട്ട ബാഗും പണവും മാലൂരിൽ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന കനകരാജ് എന്ന വ്യക്തിക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലഭിച്ചു. കനകരാജ് പണവും വിലപ്പെട്ട രേഖകളടങ്ങിയ ബാഗും പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഭർത്താവ് അജീഷും പോലീസ് സ്റ്റേഷനിലെത്തി പണവും രേഖകളും ഏറ്റുവാങ്ങി. സത്യസന്ധനായ കനകരാജിനെ നാട്ടുകാരും ജനമൈത്രി പോലീസും പത്തനാപുരം അഡീഷണൽ SI വിജയനും അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നമ്മുടെ പഴക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റി ഇന്റഗ്രേറ്റഡ് ക്ലൌഡ് ക്യാമ്പസ് പോലെയുള്ള പദ്ധതികൾ നടപ്പിൽ വരുത്തണമെന്ന് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് അഞ്ചലിലെ ഒരു പൊതുപരിപാടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെസ് കായിക മേഖലയിൽ താൻ തുടരുമെന്നും മറ്റനേകം പേരെ ചെസ്സിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് പറഞ്ഞു. Well, it's slightly old now, but basically something went wrong. I mean, to repeat everything all over again is going to be a bit much, but my plan didn't really work out. പഴക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്റഗ്രേറ്റഡ് ക്ലൌഡ് ക്യാമ്പസ് പോലെയുള്ള പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അഞ്ചലിൽ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. I think the most important thing I would like to say to students is that confronting the difficult subjects, not being intimidated, but trying to make it fun and learning it is the way to go. With the maths lab and the integrated cloud campus, these are all techniques to make learning more fun, and especially learning difficult subjects more fun. So I hope the example that they have set, the first school in Kerala to have the integrated cloud campus, I hope that will show in the ability of these students to master these subjects. അടുത്ത പ്രധാനമന്ത്രി ആരാകും എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എനിക്കറിയില്ല, ഇലക്ഷന്റെ ഭാവി പറയാൻ തനിക്ക് കഴിയില്ല എന്ന മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയത്. I don't know. Yeah. Well, I don't know that the elections have been decided yet, so we'll still probably have to wait for that. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂളിൽ ഇന്റഗ്രേറ്റഡ് ക്ലൌഡ് ക്യാമ്പസിന് തുടക്കം കുറിച്ചു. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവര സാങ്കേതിക വിദ്യയുടെ NIIT സഹായത്തോടെ ഇന്റഗ്രേറ്റഡ് ക്ലൌഡ് ക്യാമ്പായി മാറിയ അഞ്ചൽ ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂളിന്റെ ഇന്റഗ്രേറ്റഡ് ക്ലൌഡ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പത്മവിഭൂഷൺ വിശ്വനാഥൻ ആനന്ദ് നിർവഹിച്ചു. So what is the integrated cloud campus? Well, these days you don't really learn in a box. We don't sit in one place and say, that's where I'm going to learn. Learning is something that has to happen all day long. And you also have to be open to influences in all areas and subjects. So the idea that learning is something, education is something you do from 9 to 10 or 9 to 12 and then it stops. That is no longer the case in today's world. Today we're learning all day long. I think the benefits of the interactive classrooms are the mobility. The idea that you don't stop learning at a given place or time, that you continue learning throughout the day, that anytime you have a question or a doubt, because you're thinking the whole day, just like in chess, even after the game finishes, it may be 1 or 2 hours, and then even without realizing it, you've been thinking about a problem. Suddenly you have a thought about it and you want to check or at least write it down before you forget it. It's that kind of constant learning that I think it encourages. വിവര സാങ്കേതിക വിദ്യയിലൂടെ ഓൺലൈനായി പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള പാഠ്യവിഷയങ്ങൾ വിരൽത്തുമ്പിൽ എത്തിക്കുന്ന പദ്ധതിയായ ഇന്റഗ്രേറ്റഡ് ക്ലൌഡ് ക്യാമ്പസ് കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്കൂളിൽ നടപ്പാക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ ശബരിഗിരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു, ശബരിഗിരി സ്കൂൾ ചെയർമാൻ ഡോക്ടർ VK ജയകുമാർ, NIIT ജനറൽ മാനേജർ അമിത് അനിൽ ഗുപ്ത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുമായി വിശ്വനാഥൻ ആനന്ദ് ചെസ് മത്സരവും നടത്തി.
ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സെന്റ് തോമസ് സ്കൂൾ ചെയർമാൻ സന്തോഷ് കെ തോമസിന്റെ അധ്യക്ഷതയിൽ പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സെന്റ് തോമസ് സ്കൂളിന് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് നിങ്ങളെല്ലാം കാരണക്കാരാണ്. പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത് മൊത്തം ഏതാണ്ട് 600 കോടിയിലധികം ജനങ്ങൾ അധിവസിക്കുന്ന ലോകത്ത് 30% ആളുകൾക്ക് മതിയായ ആഹാരമില്ല. അപ്പൊ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഉള്ള മനുഷ്യർ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് മഹത്തായിട്ടുള്ള ജീവിതം ഉണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തി ആ തുക സമാഹരിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുക എന്ന് പറയുന്ന മഹത്തായ ആശയം തന്നെ വിവിധതരം അച്ചാറുകൾ, മാംസാഹാരങ്ങൾ, വിവിധതരം ബിരിയാണി, ഐസ്ക്രീമുകൾ തുടങ്ങിയവ ഫുഡ് ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചു. കാണികൾക്ക് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുവാനുള്ള സൌകര്യവും ഒരുക്കിയിരുന്നു. ഫുഡ് ഫെസ്റ്റിൽ നിന്നും സമാഹരിക്കുന്ന തുക വികലാംഗരായ അച്ചരണക്ക് മുച്ചക്രവാഹനം വാങ്ങുന്നതിനും ആലംബഹീനരായ സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ വാങ്ങുന്നതിനും ഉപയോഗിക്കുവാനാണ് സ്കൂൾ മാനേജ്മെന്റും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഫുഡ് ഫെസ്റ്റ് കാണുന്നതിനും ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്നതിനുമായി എത്തിയത്. സ്കൂൾ മാനേജർ ജേക്കബ് തോമസ്, സ്കൂൾ ഡയറക്ടർ അലക്സ് തോമസ്, സ്കൂൾ പ്രിൻസിപ്പൽ എലിസബത്ത് ഫിലിപ്പ്, വൈസ് പ്രിൻസിപ്പൽ ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കിഴക്കൻ മേഖലയിൽ കന്നുകാലികളിൽ കുളമ്പു രോഗം വ്യാപകമാകുന്നു. രോഗം പടരാതിരിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നില്ല. രോഗബാധിതരായി ചത്തൊടുങ്ങുന്ന മൃഗങ്ങളുടെ മാംസം വിൽപ്പന നടത്തുന്നതായും ആക്ഷേപമുയരുന്നു. കിഴക്കൻ മേഖലയിൽ കുളമ്പു രോഗബാധ മൂലം നിരവധി കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുടങ്ങിയിട്ടും ക്ഷീരകർഷകരെ സഹായിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകുന്നില്ല. കടമെടുത്തും പണയപ്പെടുത്തിയും കരുതിവെച്ച പണം കൊണ്ട് പശുവിനെ വാങ്ങിയ ക്ഷീരകർഷകർ ഇപ്പോൾ അധികൃതരുടെ അവഗണന മൂലം ദുരിതമനുഭവിക്കുകയാണ്. കുളമ്പു രോഗം പോലുള്ള ഭീകരമായ പകർച്ചവ്യാധികൾ ഏതെങ്കിലും കന്നുകാലികൾക്ക് പിടിപെട്ടാൽ സമീപ മേഖലയിലെ മുഴുവൻ കന്നുകാലികൾക്കും ഇവ പടർന്നു പിടിക്കും. ഇതുമൂലം കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയും ചെയ്യും. ചിലർ രോഗം ബാധിച്ച മൃഗങ്ങളെ അറവുകാർക്ക് വിൽക്കുന്നതായും അറിയാൻ കഴിഞ്ഞു. ചില മാംസവ്യാപാരികൾ പകർച്ചവ്യാധി ബാധിച്ച മാടുകളെ കശാപ്പ് ചെയ്ത് വിറ്റതായും ആക്ഷേപമുണ്ട്. ഇത് കിഴക്കൻ മേഖലയിൽ വിവാദമായി തീർന്നിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത മൃഗങ്ങളുടെ മാംസം വാങ്ങി ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പ് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. പത്തനാപുരം ആവണീശ്വരം നിഷാദ് മനസ്സിലും നൌഷാദിന്റെ മുന്തിയ ഇനത്തിലുള്ള 2 പശുക്കളും 3 കിടാരികളും രോഗം മൂലം ചത്ത സംഭവം പ്രദേശത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. നൌഷാദിന്റെ വീട്ടിലുള്ള മറ്റു ചില പശുക്കൾക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. കുളമ്പു രോഗം മൂലം കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് ക്ഷീരകർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുമെന്ന് ആശങ്കപ്പെടുന്നവരും ഏറെയാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ജീവിതം. വേറെ വരുമാനമില്ല. ലോൺ എടുത്താൽ ഇത് ചെയ്യുന്നത്. സർക്കാരിന്റെ ഒരു ആനുകൂല്യം ഞങ്ങൾക്കില്ല. ഇൻഷുർ ചെയ്ത പശു ചത്താൽ അതിന് ഇൻഷുർ കിട്ടത്തില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നമുക്ക് ഈ ഒരു വരുമാനം ഞങ്ങളൊരു കുടുംബം കഴിയുന്നത്. യാതൊരു നിർവാഹവുമില്ല. കുളമ്പു രോഗബാധ മൂലം ചത്തുടങ്ങിയ കന്നുകാലികൾക്ക് ഇൻഷുറൻസ് തുക നൽകുന്നതിന് അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. 12 പശുക്കളെ വളർത്തിയാടെ പശു 4 പശു നിരന്തരമായി ചത്തു. ഇപ്പൊ ഇന്ന് ഇവിടെ നമ്മൾ അറിയപ്പെട്ടത് കായത്ത് മൂട്ടിൽ നൌഷാദിന്റെ വീട്. ഇപ്പൊ ഈ പടത്തിൽ കാണുന്ന 5-6 പശുക്കളെ ഇന്നലെ ഒരെണ്ണം ചത്തു. ഇതിനെല്ലാത്തിനും വായു കൂടെ പറയെടുക്കുന്നത് പതയും നൊരയിടും കാലി വീക്കമുണ്ട്. മൃഗാശുപത്രി ചെയ്യുമ്പോൾ മരുന്നില്ല. കാല് പൊട്ടല്, മൂക്കിനകത്ത് പൊട്ടല്, ഒരെണ്ണം ഇന്നലെ ചത്തു. അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തു. 3 വല്ലാത്ത അവസ്ഥയിൽ കിടക്കുക. അദ്ദേഹം സാധാരണ കൃഷിക്കാരന് ഈ പശുവിനെ കൊണ്ട് അദ്ദേഹം കാല് പോലെ ഒരു കൊച്ചു വീടും അവിടെ വീട് കാണാൻ ചെറിയ വീടും ഈ എഴുത്തിന് മാത്രമേ ഉള്ളൂ. മൃഗാശുപത്രി ചെയ്യുമ്പോൾ മരുന്നില്ല, നോക്കാൻ ആളില്ല. അദ്ദേഹം സ്വന്തമായിട്ട് ഏതോ ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടർ വന്ന് ഇത് ചികിത്സിക്കുന്നത്. ഇതിപ്പോൾ അടിയന്തരമായിട്ട് ഗവൺമെന്റ് പരിഹാരം ഉണ്ടായി വെക്കും. ഇപ്പൊ നേരത്തെ തന്നെ ഇവിടെ കുത്തിവെക്കാൻ ആരും വന്നിട്ടുമില്ല. നിരന്തരമായിട്ട് ഇപ്പൊ തന്നെ വെറ്റിനറിയിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, ലൈഫ് സ്റ്റോക്ക് അസിസ്റ്റന്റ്, ആനിമൽ ഹസ്ബൻഡ് ഡോക്ടർ, പിന്നെ പോയിട്ട് ഇതിനെല്ലാം NRC ഡോക്ടർ, ഇവരെല്ലാം ഉണ്ട്. ഇവര് പോയിട്ട് അതിന് സീനിയർ വെറ്റിനറി സർജന് ഇത്രയും ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഈ ബ്ലോക്കിൽ തന്നെ 72 ലൈഫ് സ്റ്റോക്ക് അസിസ്റ്റന്റുമാരും ഏകദേശം 20 ഡോക്ടറുണ്ട്. 2 കോടി രൂപ ഒരു മാസം ബില്ല് മാറുന്നുണ്ട്. ഇവര് എന്ത് പരിപാടി ചെയ്യുന്നുള്ള ശക്തമായ പ്രതിഷേധം ഇത്. സർക്കാർ മൃഗാശുപത്രികൾ പല മേഖലകളിലും ഉണ്ടെങ്കിലും ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് കന്നുകാലികൾക്ക് ആവശ്യമായ ഔഷധങ്ങൾ ലഭിക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. ഇതുമൂലം ക്ഷീരകർഷകർ കൂടുതൽ പണം നൽകി സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട ഗതികേടാണ് ഇപ്പോഴുള്ളത്. പുന്നല, ഇടത്തറ, മാങ്കോട്, കലഞ്ഞൂർ, ഏനാദിമംഗലം, കമുകഞ്ചേരി, ആവണീശ്വരം, തലവൂർ തുടങ്ങി നിരവധി മേഖലകളിലായി കുളമ്പു രോഗം മൂലം 100 കണക്കിന് കന്നുകാലികളാണ് ചത്തുടങ്ങിയത്. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ കാലയളവിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് രോഗബാധിതരായ കന്നുകാലികളെ വാങ്ങി കശാപ്പ് ചെയ്ത് വിൽപ്പന നടത്തുന്ന അറവുശാലകളും നാട്ടിൻപുറങ്ങളിൽ സജീവമായിരിക്കുകയാണ്.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഒറ്റക്കൽ പാറക്കടവ് ഭാഗത്ത് ദേശീയപാതയ്ക്ക് കുറുകെ രൂപപ്പെട്ട കുഴി അപകട ഭീഷണി ഉയർത്തുന്നു. ആഴ്ചകൾക്ക് മുമ്പാണ് ഇവിടെ ടാറിംഗ് നടത്തിയത്. നിർമ്മാണത്തിലെ അപാകതയാണ് ഗട്ടറിന് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒറ്റക്കൽ പാറക്കടവിൽ ദേശീയപാതയിൽ രൂപപ്പെട്ട ഗട്ടർ വൻ അപകട ഭീഷണിയാകുന്നുവെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. റോഡിന് കുറുകെ കുഴിയെടുത്ത മാതൃകയിലുള്ള ഗട്ടറിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിനുള്ളിൽ 5ഓളം അപകടങ്ങളാണ് സംഭവിച്ചത്. ദേശീയപാതയോട് ചേർന്ന് കല്ലടയാറിലേക്ക് വാഹനങ്ങൾ മറിയാനും സാധ്യതയുള്ള പ്രദേശമാണിത്. കഴിഞ്ഞ രാത്രിയിൽ ബൈക്ക് യാത്രികരായ യുവാവും യുവതിയും ഗട്ടറിൽ വീഴുകയും പ്രദേശവാസികൾ ഓടിക്കൂടി ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. മണ്ഡലകാലം ആരംഭിച്ചതോടെ റോഡിൽ തിരക്ക് ഏറിവരുന്ന സാഹചര്യത്തിൽ ഗട്ടർ ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തി ശരിപ്പെടുത്തണം എന്ന ആവശ്യം ഉയർന്നുവരുന്നു. പ്രദേശവാസികൾ നാഷണൽ ഹൈവേ അധികൃതരോടും കരാറുകാരോടും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഇവർ പറയുന്നു. ഒരു മാസം കൊണ്ട് ഗട്ടർ ഇങ്ങനെ ഇവിടെ കിടക്കുക. ഇന്നലെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് നോക്കിയിട്ട് പോയി. അപ്പോൾ അവരടുത്ത് പറഞ്ഞ് മെറ്റിലൊക്കെ പാറ ഇറക്കി ഇതൊന്ന് നേർത്താൻ പറഞ്ഞു. അപ്പോൾ 2 ദിവസത്തിനകത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് പോയിരിക്കും. ഇന്നലെ 12 മണിക്ക് ഒരു കാർ ബൈക്ക് തമ്മിൽ കൂട്ടിയിടിച്ചു. അവർ ആശുപത്രി പോലീസുകാരും എടുത്തുള്ളൂ വണ്ടിയിലെല്ലാം സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അതുകാർ നേരത്തെ ഒന്ന് അടച്ചതിന് ശേഷമായി ഇവർ വീണ്ടും ചെയ്തേ. അപ്പോൾ ഇനിയിപ്പം അവർ നാട്ടുകാരടച്ചോണ്ട് പൊടി ഇവിടെ മൊത്തം പൊടിയായിപ്പോയി. മണ്ണ് വാരി കെട്ടിടാനൊക്കെ പാറയൊന്നും ഇല്ലല്ലോ. ഇതുകൂടാതെ ഗട്ടർ രൂപപ്പെട്ട സ്ഥലത്ത് ആഴ്ചകൾക്ക് മുമ്പാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്നും അത് അശാസ്ത്രീയമായ രീതിയിൽ ചെയ്തതാണ് ഗട്ടർ വീണ്ടും രൂപപ്പെടാൻ കാരണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഗട്ടർ നികത്തി വൻ അപകടങ്ങൾ ഒഴിവാക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരുമയുടെ സന്ദേശമാണ് ക്രിസ്തുദേവൻ ലോകത്തിന് നൽകിയതെന്ന് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ ചുനക്കര ജനാർദ്ദനൻ നായർ. നമ്മുടെ പഴക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റണമെന്ന് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ്. കിഴക്കൻ മേഖലയിൽ കന്നുകാലികളിൽ കുളമ്പ് രോഗം വ്യാപകമാകുന്നു. രോഗം ബാധിച്ച മാടുകളുടെ ഇറച്ചി വിൽപ്പനയും നടത്തുന്നു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.